അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ് 202 ഹദീസ്. അമാനത്തിന് പീഡനം. ബാബുൽ അംരി ബി അദായിൽ അമാന. അമാനത്തിന് പീഡനം എന്ന് കൽപ്പിക്കട ആ ബാബിൽ നിന്നുള്ള ഹദീസ് ആയിട്ട് ഇണ്ട് വിവരിക്കുക പോണ്ടത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചത്. ആ ഹദീസ് ആയിട്ട് ഇവിടെ റിയാദുസ് സ്വാലിഹീൻ 202 ഹദീസ്. അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടുക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുക്കും ഉമർ റളിയല്ലാഹു അൻഹുക്ക് അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുക്ക് ആ ഖലീഫമാരാട്ടിയെ യുദ്ധം ചെയ്ത സ്വഹാബാക്കൾക്ക് അള്ള കൊടുത്ത സ്വത്തിൽ വലിയ ബറക്കത്താക്കിര. ഹയാത്ത് കാലത്തിലും നമുക്ക് ബറക്കത്താക്കിര, അങ്ങനെ മരണത്തിൽ പിന്നെ ബറക്കത്ത് ചെയ്തിര എന്ന ഹെഡിങ് കിട്ടായിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അത് ഉദ്ധരിക്കരുത്. ബാബു ബറക്കത്തിൽ ഗാസി ഫി മാലി ഹയ്യം വ മൈത്ത. ഒരു യുദ്ധം ചെയ്തവൻ ആ യുദ്ധം ചെയ്ത അയാളെ സ്വത്തിൽ അള്ള ബറക്കത്താക്കിര, ഹയാത്ത് കാലത്തിലും അയാളെ മൗത്ത് കാലത്തും മരിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയും ഊലാത്തിൽ അംരി, അതായത് ഖലീഫമാരൊട്ടുകും ശരിയായ നേതൃത്വം ഏറ്റെടുത്ത ആളുമാരൊട്ടുകും. 4 ഖലീഫന്മാരെ സംബന്ധിച്ച് നമുക്ക് ചൊല്ലുകയില്ല. ഏറ്റവും നല്ല ജവാബ്ദാരിയോട് കൂടി നിർവഹിച്ചായിട്ട് കയറാണ്. നബിയുടെ സ്വഹാബാക്കളെ സംബന്ധിച്ചൊന്നും ഞങ്ങൾക്ക് ജണ്ട് പലക്കെ ചൊല്ലുകയില്ല. അമ്പിയാക്കന്മാർ വിട്ടെങ്കിൽ ഏറ്റവും വലിയ പോസ്റ്റിലായിട്ട് ഏറ്റവും വലിയ സ്ഥാനത്തിലായിട്ട് നബിയുടെ എല്ലാ സ്വഹാബാക്കളും. അപ്പൊ ആ ഹദീസില് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു തന്റെ മോണ്ട് വിളിച്ചിട്ട് തന്റെ മരണത്തിൽ പിന്നെ തന്റെ സ്വത്തിൽ ഓതി വെക്കുള്ള ഒരു വിഹിതമായിട്ട് ഈ ഹദീസിൽ പഠിപ്പാട്ടത്. ഇത് വലിയ ഹദീസായിട്ട് നീണ്ട ഹദീസായിട്ട്. അപ്പൊ ആ ഹദീസില് തന്റെ സുബൈർ റളിയല്ലാഹു അൻഹു തന്റെ മോൻ അബ്ദുല്ലാഹ് മോണ്ടെ വിളിച്ചിട്ട് ജമൽ യുദ്ധത്തെ സമയത്തിലായിട്ട് അവിടെ വെച്ചിട്ട് വസിയത്താക്കിയത്. നല്ലത് ഇങ്ങനെ കടമുണ്ട്, ഇത്തരത്തിലുള്ള കടങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള സ്വത്തുണ്ട്, അതൊക്കെ ഇങ്ങനെ വിഹിതിച്ചു കൊടുക്കണം. ആ ഉത്തരവാദിത്വം ആ വിശ്വസിച്ച് ഏൽപ്പിച്ചതായ ആ അമാനത്ത് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അതായത് സുബൈർ റളിയല്ലാഹു അൻഹു മോന് നല്ല നിലക്ക് അതിൽ വീട്ടു. അങ്ങനെ ആ ഒരു സ്വത്വതിയുമായി സംബന്ധപ്പെട്ട ഒരു മോണ്ടിട്ട് വസിയത്താക്കിയിട്ട് അപ്പൊ കടങ്ങളെ വീട്ടൊക്കെ പേനായി ഏൽപ്പിച്ചിട്ട് ആ കടങ്ങളൊക്കെ വീട്ടിൽ പിന്നെ ഇതാ സ്വത്ത് ഇങ്ങനെ വിഹിതിക്കണമെന്ന് ഒഞ്ഞിത്തും കണ്ടെങ്കിൽ സ്വത്ത് ഇങ്ങനെ ഓതിയാക്കണം. അപ്പൊ അതിലെന്താക്കട് ഓതി വെക്കട്. ആ ഒരു സ്വത്ത് ഓതിയായിട്ടേക്കട് അതിൽ വറക്കത്ത് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയെന്ന്. ആ ചരിത്ര ആ സംഭവം നീണ്ടതായത് കൊണ്ട് ഈ ക്ലാസ് നീണ്ടുപോണ്ട്. അതുകൊണ്ട് പിന്നെ കാത് കൊടുക്കേണ്ടി വേണം. പക്ഷെ അത് പാതിയാക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പിന്നത്തെ ക്ലാസ് കേൾക്കുന്ന ആൾമാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടിട്ട് അത് നീണ്ട ഹദീസ് ആയതുകൊണ്ട് അതിൽ ഞാൻ വിവരിക്കണേ. വൻ അബി ഹുബൈബ് ബിളമ്മിൽ ഖായിൽ മുജമ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. അബൂ ഹുബൈബ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മോൻ റളിയല്ലാഹു അൻഹു. ഖാല സുബൈർ റളിയല്ലാഹു അൻഹു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ ആയിഷ ബീവിയുടെ മൂത്തോലെ മാപ്പിളായിട്ട് സുബൈർ റളിയല്ലാഹു അൻഹു. ആ സുബൈർ റളിയല്ലാഹുവിന്റെ മോനായിട്ട് ഈ അബൂ ഹുബൈബ് ചൊല്ലാൽ അയാളെ പേര് അബ്ദുള്ള അബൂ ഹുബൈബിന് വിളിക്കും. കാലം ലമ്മ വഖഫ സുബൈർ യൗമൽ ജമൽ. ജമൽ യുദ്ധത്തെ ദിവസം. ജമൽ യുദ്ധം ചെന്ന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന്റെ ആ കാലഘട്ടത്തിൽ സംഭവിച്ചൊരു യുദ്ധം. അതിൽ ഉള്ളടക്കത്തേക്ക് ഞങ്ങൾ പോകേണ്ട ആവശ്യമില്ല. 2 വിഭാഗത്തിലും നബിയുടെ സ്വഹാബാക്കളും ഉള്ളത്. ഒരു ഭാഗത്ത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലായിട്ട് മറ്റൊരു വിഭാഗത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനുകൂലികളായിട്ടുള്ള സ്വഹാബാക്കളും ഉള്ളത്. അപ്പൊ 2 വിഭാഗം അങ്ങനെ പിന്നെ ഇജ്തിഹാദ് പ്രകാരം ശരിയായ പിന്നെ ഭാഗത്തായിട്ട് എന്നായിട്ട് അങ്ങനെ ന്യായം. അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ ചെന്ന സ്വഹാബാക്കളെ സംബന്ധിച്ചൊന്നും നമുക്ക് ചൊല്ലുകയില്ല. നമുക്ക് വലിയ മഹാന്മാരായിട്ടുള്ളത് വലിയ ഉന്നത പദവിയിലില്ല. അങ്ങനെ സംബന്ധിച്ച് 2 പലക്കില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതിനെ സംബന്ധിച്ചൊന്നും ഞാൻ ഇപ്പൊ വിവരിക്കില്ല. ആ ജമൽ യുദ്ധത്തെ ദിവസം ദആനി നന്റെ ബാപ്പ നന്റെ വിളിച്ചിട്ട് ആര്? സുബൈർ റളിയല്ലാഹു ഫഖുംതു ഇലാ ജംബിഹി. ബാപ്പയുടെ മുട്ടനാനിന്റെ മോനെ ചൊല്ലി അബ്ദുല്ലാഹ് ചൊല്ലാൻ. ഫഖാല ബാപ്പ ചൊല്ലേ യാ ബുനയ്യ, ഓ നന്റെ പൊന്നു മോനെ,
ഇന്നഹു ലാ യുഖ്തലുൽ യൗമ ഇല്ലാ ളാലിമുൻ ഔ മദ്ലൂം. ഇന്നത്തെ ദിവസം ഈ യുദ്ധം നടക്കുമ്പോൾ കൊല്ലപ്പെട്ടവൻ ഒന്നിനേക്കാളും അവൻ അക്രമിയായിരിക്കും, അതല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടവൻ, ഏതെങ്കിലും ഒന്നായിരിക്കരുത്. അപ്പോ അതായത് അവന്റെ ഭാഗത്തിൽ അവൻ ശരി. ഇന്ന് നിന്റെ അന്യായമായിട്ടായിട്ട് കൊല്ലപ്പെട്ടു, അതായത് ഞാൻ ഹക്കടെ ഭാഗത്തിലായിട്ട് യഥാർത്ഥ അങ്ങനെ ആയിട്ട് അപ്പൊ അക്രമിയാക്കപ്പെട്ട നിലക്കായിട്ട് നല്ല കൊല്ലപ്പെട്ടത്. വൈന്നമിൻ അക്ബരി ഹമ്മി ലദൈനി. പക്ഷേ ഞാൻ മരിക്കുമ്പോൾ നിന്റെ ഏറ്റവും വലിയ ബേജാർ എന്തെന്ന് ചോദിച്ചെങ്കിൽ നിന്റെ കട ആയിട്ട് നിന്റെ കട, നിന്റെ സ്വത്തെല്ലാം വിത്തിട്ട് കൊടുത്തേന്ന് കണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സ്വത്ത് ഒലിവ കട കൊടുത്തിട്ട് നിനക്ക് കാണ്ട. തുമ്മക്കാല എന്നിട്ട് ചെന്ന് യാബന യോമുണ്ട് മോനെ ബിക് മാലന, നക്കുള്ളതെല്ലാം നീ ബിക്ക്, നാളെ സ്വത്തെല്ലാം ബിക്കൻ വക്കുതൈനി, നിന്റെ കടത്തെ നീ വീടണം. എന്നിട്ട് മൂന്നിലൊന്ന് കൊണ്ട് വസിയത്താക്കിയത്, ആകെ സ്വത്തിനെ മൂന്നിലൊന്ന് കൊണ്ട്. വസുലുസിഹി അതിലെ മൂന്നിലൊന്ന്, ആ മൂന്നിലൊന്ന് ലിബനീഹി ഈ മോന്റെ മക്കൾ, അതായത് ഈ സുബൈർ റളിയല്ലാഹുവിന്റെ വലിയ മോനായിട്ടിരിക്കാറ് അബ്ദുള്ള, ഇയാളെ മക്കൾക്കായിട്ടിട്ട് മൂന്നിലൊന്ന് വസിയത്താക്കിയത്. യാനി ലിബനി അബ്ദുല്ലാഹിബ്നു സുബൈർ സുലുസി മൂന്നിലൊന്നും ആർക്ക് കടലിലെ കൊടുത്തല്ല ഒലിഞ്ഞെത്തുന്ന് കണ്ടെങ്കിൽ അതിനെ മൂന്നിലൊന്ന് കൊണ്ട് വസിയത്താക്കിയിട്ട് മൂന്നിലൊന്ന് ഈ മോന്റെ മക്കൾ കയറ്റിട്ട് വസിയത്താക്കിയത്, അതായത് അബ്ദുല്ലാന്റെ മോന്റെ മക്കൾ. കാല അതാ ഫൈൻ ഫളല മിൻ മാലിന ബഅദ ഖളാഇ ദൈനി ഷൈഉൻ ഫസുലുസു ലിബനിക. ഞങ്ങളെ ഈ കടലിലെ വീട്ടിട്ട് എന്തെങ്കിലും ഒലിഞ്ഞെത്തുന്ന് കണ്ടെങ്കിൽ അതിലെ മൂന്നിലൊന്ന് നിന്റെ മക്കൾ. കാല ഹിഷാം. ഹിഷാം എന്നാൽ ചൊല്ല് ഈ ഹദീസ് റിപ്പോർട്ട് ആക്കട്ടെ, അതിലെ റാവികളിൽ പെട്ടവർ. വകാന ബഅദു വലദി അബ്ദുല്ല ഖദ് വസ ബഅദ ബനി അബ്സുബൈർ ഖുബൈബ് വ അബ്ബാദ്. അത് എന്ത് ഈ മോന്റെ മക്കൾക്ക് വസിയത്താക്കി. ഈ മോന്റെ മക്ക, അതായത് ഈ അബ്ദുല്ലാൻ ചൊല്ലാലെ മക്ക ഈ സുബൈർ റളിയല്ലാഹുവിന്റെ മക്കളെ പ്രായത്തിന് സമായങ്ങളുള്ളവർ. സുബൈർ റളിയല്ലാഹുവിന്റെ മോനെ അബ്ദുള്ളയുടെ മക്ക ആരെ ബാപ്പയുടെ മക്കളുടെ വയസ്സുക്ക് സമായമുള്ള, അതായത് ഹുബൈബ് അബ്ബാദ്. ഹുബൈബും ചൊല്ലത് ആരെ മോനു, ഈ മോന്റെ മോൻ പുള്ളി. അബ്ബാദ് മോന്റെ മോൻ, അതായത് ഈ അബ്ദുള്ള ചൊല്ലാലെ രണ്ട് മക്കളെ പേരായിട്ട് ചൊന്ന്. രണ്ട് മക്കൾ അയാൾക്ക് വേറെ മക്കളുണ്ട്. അപ്പൊ ഈ രണ്ട് മക്കളെ പേര് ചെന്ന് ഹുബൈബ് റളിയല്ലാഹു അബ്ബാദ് റളിയല്ലാഹു. ഈ രണ്ട് മക്കളുണ്ടല്ലേ ബാപ്പയുടെ മക്കളെ വയസ്സുക്ക് സമാനായിട്ടുള്ളത്. വലഹു ഈ സുബൈർ റളിയല്ലാഹുനുണ്ട്, സുബൈർ റളിയല്ലാഹുന് വേണ്ടി യൗമൈദിൻ ഉണ്ട് ബാപ്പത് സുബൈർ റളിയല്ലാഹു തിസ്അതു ബനീന ഒലിമ്പോ ആൺമക്ക വതിസ്ഉ ബനാത്തിൻ ഒലിമ്പോ പെൺമക്ക. അപ്പോ ഈ സുബൈർ റളിയല്ലാഹുനു ഒലിമ്പോ ആൺമക്കുണ്ട്, ഒലിമ്പോ പെൺമക്കുണ്ട്. ആ സുബൈർ റളിയല്ലാഹുവിന്റെ മോന് വലിയ മോന് അബ്ദുള്ള, ആ അബ്ദുള്ളയുടെ മക്കമേ ഈ ബാപ്പയുടെ മക്കളെ വയസ്സുക്ക് സമായമുള്ളവർ. ആ രണ്ട് മക്കളെ പേരായിട്ട് ചൊന്ന് ഹുബൈബ് അബ്ബാദ് അല്ല ഇങ്ങനെ, അതായത് കുഞ്ഞാബയുടെ വയസ്സുക്ക് സമായങ്ങ എന്നുള്ളത്. അപ്പോ കാല അബ്ദുള്ള അതാ മോന് ചൊല്ലേ അബ്ദുള്ള റളിയല്ലാഹു ചൊല്ലേ ഫജാലി യൂസുനി ബിദൈനി, നന്റെ ബാപ്പയുടെ കടലിനക്ക് ഇങ്ങനെ വസിയത്താക്കി ഇങ്ങനെ കടണ്ട്. വയഖൂൽ എന്നിട്ട് ചൊല്ലി യാ ബുനയ്യ മോനെ ഇൻ അജസ്ത അൻ ശൈഇൻ മിൻഹു, ഈ കടത്തെ വീടുക നിനക്ക് ശക്തിയില്ലെങ്കിൽ, നീ അശക്തനായി പോയാൽ കണ്ടെങ്കിൽ ഫസ്തഇൻ അലൈഹി ബിമൗലായ, നന്റെ യജമാനരെ കൊണ്ട് നീ സഹായത്തിൽ കേൾക്കണം. കട വീടുക തീരില്ലെങ്കിൽ നന്റെ യജമാനരെ കൊണ്ട് നീ സഹായം കേൾക്കണം. കാല അതാ സുബൈർ അബ്ദുള്ള റളിയല്ലാഹു ചൊല്ല് ഫവല്ലാഹി മാ ദറൈതു മാ അറാദ ഹത്താ ഖുൽതു, ഈ നന്റെ യജമാനരുടെ സഹായത്തെ കേൾക്കുന്നു ചൊല്ലത് നക്കത് ഗൊന്തായിട്ടില്ല. കുൽത്ത് നാ ചൊല്ല കൊടുത്തു നാ കേട്ട പാപ്പടട്ടി യാ ബത്തി മൻ മൗലാക്ക, നിങ്ങളുടെ യജമാന ചെന്നിങ്ങാറ്. കാല അപ്പൊ ബാപ്പ ചെന്ന് സുബൈർ റളിയല്ലാഹു ചൊല്ല് അല്ലാഹു ആയിട്ട് യജമാന. കാല അതാ ഫവല്ലാഹി അല്ലാഹനെ തന്ന സത്യം
മാ വഖഅതു ഫീ ഖുർബത്തിൻ മിൻ ദൈനി, ബാപ്പയുടെ കടത്തിലെ ഒരു കാര്യത്തിലും ഞാൻ ബേജാറിൽ ബാക്കിയായിട്ടില്ല. ഇല്ല ഖുൽതു, ആ ബേജാറിൽ ബാക്കിയാകുമ്പോൾ ഞാൻ ചൊല്ലാണ്ടില്ല, യാ മൗല സുബൈർ ഇഖ്ളി അൻഹു ദൈന, ഏ സുബൈറുടെ യജമാന സുബൈറുടെ കടത്തെ വീടണം എന്നിങ്ങനെ എന്താക്കടെ ഞാൻ ചൊല്ലെ. ആര് ചൊല്ലെ? മോന് ചൊല്ലെ. അപ്പൊ മോനക്ക് വലിയൊരു ഭാരമായിട്ട് ബാപ്പ കൊടുത്ത് സുബൈർ റളിയല്ലാഹു അൻഹു. അപ്പൊ കടങ്ങളൊക്കെ വീട്ടണം. ഈ കടങ്ങൾ എത്ര ഉണ്ട് ഇൻഷാ അല്ലാഹ് അത് ഇപ്പൊ ഉണ്ട്. അതാ ഫയഖ്ളിയഹു, ആ ചൊല്ലോട് കൂടെ കടം തീർന്നിട്ടാ മോന് ചൊല്ലെ. ചെന്നേ ബാപ്പ എന്തിനാ ചെന്നേ കടത്തെ വീടൊക്കെ നിനക്ക് കഷ്ടായിട്ട് കണ്ടെങ്കിൽ നീനെന്താക്കണം, നിന്റെ യജമാനൊരൊട്ടി സഹായം കേൾക്കണം. യജമാനാറ് അല്ലാഹു. അപ്പൊ ഏതെങ്കിലും ഒരു കടത്തെ വീടൊക്കെ കഷ്ടപ്പെടുമ്പോ യജമാന സുബൈറുടെ യജമാനനായ യജമാന ആ സുബൈറുടെ കടത്തെ വിടണം എന്ന് ചൊല്ലുമ്പോൾ അതിക്ക് എന്തെങ്കിലും ഒരു തെറുക്കാണ്ട്. അതാ കാലം സുബൈർ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചൊല്ലെ ഫഖുത്തില സുബൈർ, ആ ജമൽ യുദ്ധം നടന്ന ടൈം ഹിജ്റ 36 കണ്ട് ആ ജമൽ യുദ്ധം നടന്ന ടൈമില് സുബൈർ റളിയല്ലാഹു അൻഹു ഷഹീദായി കൊല്ലപ്പെട്ടത്. വലം യദ ദീനാറും വലാ ദിർഹമൻ ഇല്ലാ അറദീന, ബാപ്പ മരിക്കുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ ഒരു ദീനാറോ ദിർഹമോ ഇല്ല, പിന്നെ കൊറിയ ഭൂമി മാത്രമല്ലേ. മിൻഹൽ ഗാബത്തു, അത് ഗാബാൻ ചൊല്ലുള്ള പ്രദേശങ്ങളിലെ ഭൂമിയുണ്ട്. വൈദാശറത്ത ദാറം ബിൽ മദീന, മദീനയിൽ പോണൊന്ന് അകമുണ്ട്. വദാറൈനി ബിൽ ബസറ, ബസറ ചൊല്ലറായത്ത് 2 അകമുണ്ട്. വദാറം ബിൽ കൂഫ, കൂഫയിൽ ഒരാക. വദാറം ബി മിസ്ർ, മിസ്റിൽ ഒരാക. ഇത്രയായിട്ട് ബാപ്പകുള്ള ഭൂമി, പൈസ ഇല്ല. കാലം വൈന്നമാ കാന ദൈനുല്ലതി കാന അലൈഹി, ഈ ബാപ്പകുള്ള കട ഇതായത് അന്ന റജുല കാന യഅതീഹി ബിൽ മാൽ, ഈ ബാപ്പക്ക് കടായത് ആരുടെ കടെടുത്തിട്ട് എന്തുമല്ല, പിന്നെ ബാപ്പക്ക് കടായത് ബാപ്പയുടെ മുട്ട ആരെങ്കിലും എന്തെങ്കിലും പൈസ എടുത്തോണ്ട് പണ്ടാറ്. ബാപ്പടിട്ട് ചൊല്ലാറ് ഇത് നിങ്ങളുടെ വദിയത്തായിട്ട്, വദിയത്ത് ചൊന്നാൽ എടുത്തു വെക്കുകയായിട്ട് ആരെങ്കിലും വിശ്വസ്തനായി ഒരാളെ കയ്യിൽ ഏൽപ്പിക്കുക. അതായിട്ട് എന്റെ സാമാന്യ രീതി. ഞാൻ എൻ്റെ ഇത്ര പൈസ ഉണ്ട്, ഇത് നിങ്ങൾ ജാഗ്രതയ്ക്ക് വെച്ചോളൂ, പിന്നെ ഞാൻ കേൾക്കുമ്പോൾ തറൂ. ഫയഖൂലു സുബൈർ, അപ്പൊ സുബൈർ റളിയല്ലാഹു മുട്ട പറഞ്ഞാൽ തന്നെ സുബൈർ റളിയല്ലാഹു ചൊല്ല് ല, വദിയത്തായിട്ട് ഞാൻ എടുക്കില്ല. വദിയത്ത് ചെന്നെങ്കിൽ സൂക്ഷിച്ചു വെക്കവേനായിട്ട് എടുക്കില്ല, അതിനാ എടുക്കില്ല. വലാകിൻ ഹുവ സലഫുൻ, കടായിട്ട് വേണമെങ്കിൽ തരാം, നക്ക് കടായിട്ട് തറു, പിന്നെ നീ കേട്ടോളൂ. ഇനി അക്ഷാലയോ ദൈഅത, അത് എന്തെങ്കിലും എന്താവും നിങ്ങളുടെ വദിയത്തായിട്ട് വെച്ചു പോയെങ്കിൽ പിന്നെ അത് നഷ്ടപ്പെട്ടെന്ന് കണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുക അവകാശമില്ല. കാരണം നന്റെ ബേജവാബ്ദാരി കൊണ്ടെന്തുമല്ല, അതെങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കേൾക്കുമ്പോൾ അതിങ്ങനെ കള്ളം കട്ടുപോയിട, അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോയിട്, അല്ലെങ്കിൽ ഇങ്ങനെ അത് നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കേൾക്കുക തരില്ല. അതുകൊണ്ട് കടായിട്ട് നിങ്ങൾക്ക് തന്നെ കണ്ടെ എപ്പോൾ നിങ്ങൾ അതിൽ കേട്ടോളാം, അത് നഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ നോക്കണോണ്ടില്ല. അപ്പൊ അത് എന്താ അയാൾക്ക് അത് പാടായിപ്പോ, അതാ പേടിച്ചത്. ഇനി അക്ഷാലയോ വയ്യാത്ത വമാ വലിയ എന്താ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ സ്വത്ത് നഷ്ടപ്പെട്ടു പോവല്ലേ, എന്തെങ്കിലും ആയിപ്പോയി തന്നെ. അതുകൊണ്ടാണ് ഞാൻ എന്താക്കില്ല, കടായിട്ട് വേണമെങ്കിൽ എടുത്തോല്ല, വദിയത്തായിട്ട് എടുത്തോളില്ല. വദിയത്തൊന്നും അത് അങ്ങനെ എടുത്ത് വെക്കണം, അങ്ങ് കേൾക്കുമ്പോൾ കൊടുക്കണം. വമാ വലിയ ഇമാറത്തൻ കത്തു, തീരെ തന്നെ ബാപ്പർ അധികാരത്തെ ഏറ്റെടുത്തിട്ടില്ല. വല ജിബായത്തൻ വല ഹറാജൻ, സ്വത്ത് പുറപ്പെടുവിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ നികുതി പണമോ ഇങ്ങനത്തെ ഒരു അധികാരത്തിൽ ബാപ്പ എടുത്തിട്ട് കടായിടൊന്നുമല്ല. വലാശിയൻ ഒന്നും ഇല്ല അല്ല വമാ, അപ്പൊ വമാ വലിയ ഇമാറത്തൻ കത്തും ചൊന്നല്ല, ബാപ്പ ഒരു അധികാരത്തെ ഏറ്റെടുത്തിട്ടാണ്. അതിന് ബാപ്പക്ക് ഗാബാ ചൊല്ലിറായത്തിൽ ജാഗയുണ്ട്, മദീനയിൽ പൊണുന്നകുണ്ട്, കൂഫലകുണ്ട്. ഇതല്ല ഈ ജാഗ ഉള്ളത് ബാപ്പ അധികാരം ഏറ്റെടുത്തിട്ടല്ല, അധികാരത്തിൽ നിന്നിട്ട് പൈസ ആക്കിയിട്ട് എടുത്തിട്ടൊന്നും അല്ല. പിന്നെ ഈ ബാപ്പക്ക് സ്വത്ത് ഉണ്ടേ, അതാ ചൊല്ലേ നബി തങ്ങളൊട്ടിക്ക് യുദ്ധത്തിൽ പോയിട്ട് ബാപ്പ നബി തങ്ങൾ അയാത്ത കാലത്തിലും വല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ സ്വഹാബാക്കളൊട്ടിക്ക് യുദ്ധത്തിൽ പോയിട്ട് അണ്ട് യുദ്ധത്തിൽ പോയപ്പോ യുദ്ധത്തിൽ നിന്ന് വിജയിച്ചു കിട്ടപ്പോ യുദ്ധത്തിൽ പോയ ആൾമാർക്ക് സ്വത്ത് വീതിച്ചു കൊടുക്കുകയാണ് അത്. അപ്പൊ ഇത് നടക്കലപ്പം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അധികാരത്തെ ആ കാലത്തായിട്ട് ഫസ്റ്റ് കാലമായിട്ട് ഇതുകൊണ്ടായിട്ട് അലി റളിയല്ലാഹുവിന്റെ പേര് അവിടെ വന്നിട്ടില്ല. എന്നാൽ അലി റളിയല്ലാഹുവിന്റെ അധികാരം ഏറ്റെടുത്ത ആ കാലത്തായിട്ട് യുദ്ധം നടക്കരുത്.
അപ്പായിട്ടിട്ട് ഈ തുടക്കം. അപ്പൊ നബി തങ്ങളൊട്ടുകോ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു ഒക്കെ യുദ്ധാക്കിയിരുന്നു. അപ്പൊ യുദ്ധത്തിൽ പോയപ്പോ യുദ്ധത്തിൽ ജയിച്ചപ്പോ എന്തിനാ കിട്ടത്? ആ റായത്തെ പിടിച്ചെടുത്താകുമ്പോ അവരുടെ സ്വത്ത് ഇതല്ല ഗനീമത്തായിട്ട് അത് കിട്ടിയതല്ല. ഈ യുദ്ധത്തിൽ പോയി അങ്ങ് ഓതി വെച്ച് കൊടുക്കും. അങ്ങനെ കിട്ടിയതല്ല ബാപ്പക്ക് സ്വത്ത്. അല്ലാണ്ട് എന്തല്ല ബാപ്പാറ അധികാരത്തിലോ വലിയ സ്ഥാനത്ത് നിന്നിട്ടോ ഈ ഭൂമി എന്തും ആക്കിയതല്ല. കാല അബ്ദുള്ള റളിയല്ലാഹു ചൊല്ല് ഫഹസബതു മാ കാന ഇലൈഹി മിനദ്ദൈനി. ബാപ്പകുള്ള കടല്ല കണക്കൂട്ടി നോക്കിയ ബാപ്പാരട്ടെ കട തറന്നു കേട്ടില്ല. വലിയത്തായിട്ട് പറമ്പത്തും വലിയത്തെടുക്കില്ല, കടായിട്ട് നക്ക് തറന്നു. അങ്ങനെ എടുത്തോണ്ടായിട്ട് അങ്ങനെ കടലിലെ കണക്കൂട്ടി നോക്കുമ്പോൾ ഫവജത്തു അൽഫൈ അൽഫിൻ വമിയത്തൈ അൽഫ്. കടലിലെ കണക്കൂട്ടി നോക്കുമ്പോൾ 22 ലക്ഷമായിട്ട് കടലുള്ളത്. അണ്ടത്തെ കാലത്ത് നീ നോക്കുന്നത് ഇണ്ടത്തെ പോലല്ല. 22 ലക്ഷം കട. ഫലഖിയ ഹക്കീം ഇബ്നു ഹിസാം. അപ്പൊ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടിയത്. സുബൈർ റളിയല്ലാഹു വഫാത്തായിട്ടല്ലേ. അപ്പൊ മോണ്ടിട്ട് കല്ല ഏൽപ്പിച്ചില്ലേ. അക്ക ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ഇയാളോട്ട് ഫഖാല യബ്ന അഖി, ഓ എൻ്റെ സഹോദരന്റെ മോനെ, കം അല അഖി മിനദ്ദൈൻ, എൻ്റെ സഹോദര സുബൈർ റളിയല്ലാഹു അൻഹു എത്ര കടണ്ട്, ബാപ്പക്ക് എത്ര കടണ്ട്? ആ മോന്റെ ടീക്കേക്ക് ഫഖതംതുഹു, ഞാൻ അതെല്ലാം ചൊന്നില്ല, മറച്ചു വെച്ച. ഒക്കുൽത്ത് നാ ചെന്ന 100,000, 1 ലക്ഷം. 1 ലക്ഷം ചൊന്നതിന്റെ അർത്ഥം കളവ് ചൊന്നെന്തോ അല്ല. ഇപ്പൊ 1 ലക്ഷം ഇന്നെതിരെ ചൊന്നേ, ബാക്കി 21 ലക്ഷത്തെ ചൊന്നില്ലാണ് മാത്രം. 1 ലക്ഷം കടണ്ട്. അപ്പൊ അത് ഒരാൾക്കുള്ള കടമോ അങ്ങനെ എന്തെങ്കിലും ആവാം. ഫഖാല ഹക്കീം റളിയല്ലാഹു അൻഹു ചെന്ന് അത് എന്തൊക്കെ മറച്ചു വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ചൊല്ലോ നിന്റെ കൊണ്ട് സാധ്യമില്ല ചൊല്ലു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചൊല്ലു. അപ്പൊ അതൊന്നും ചൊല്ലേ വേണ്ട. ചൊന്നിട്ടായിട്ട് ഈ കുറച്ച് ചൊന്നത്. അപ്പൊ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ചൊല്ലു വല്ലാഹി മാറ അംവാലുക്കും തസവാദി, നിങ്ങളെ എല്ലാ സ്വത്ത് വിത്യം കണ്ടെങ്കിൽ ഈ 22 ഈ 1 ലാഖ് വീടാൻ ചെന്നത് എന്നെ കൊണ്ടെന്ന് ഈ 1 ലാഖ് വീടൊക്കെ മെയ്യാവൂണ്ട് നക്കാവില്ല, നാക്കാണ്ടില്ല. വല്ലാഹി മാറ, നിശ്ചയമായിട്ടും ഞാൻ വിചാരിക്കുന്നില്ല, അംവാലക്കും നിങ്ങൾക്കുള്ള സ്വത്തിനെ തസവ് ആദിഹി ഈ 22 ലാഖ് മെയ്യ 1 ലാഖ് 22 ലാഖ് അല്ലെങ്കിൽ 1 ലാഖ് ഉണ്ടല്ലോ, 1 ലാഖ് വിശാലമാവു മെയ്യാവുണ്ട് ഞാൻ വിചാരിക്കില്ല. ഫഖാല അബ്ദുള്ള, അപ്പം മോന് ചന്ത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അറഅയ്തുക ഇൻ കാനത് അൽഫൈ അൽഫിൻ വമിയത്തൈ അൽഫ്. അപ്പൊ 1 ലാഖ് മെയ്യല്ല. അപ്പൊ ബാപ്പട കട 22 ലാഖ് നീ എന്തൊരു ചൊല്ലാറ് കേട്ടത്. കാല അപ്പൊ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു മാ അറാകും തുതീകുന ഹാദ, ഇത് നിങ്ങളെ കൊണ്ട് വീടൊക്കെ തീറുണ്ട് ഞാൻ വിചാരിക്കില്ല. ഫൈൻ അജസ്തും അൻ ശൈഇൻ മിൻഹു, ഈ കട വീടൊക്കെ നിങ്ങൾക്ക് സാധ്യമില്ലെങ്കിൽ ഫസ്തഈനു ബി, നണ്ടട്ടിയ സഹായക്കെ കോറും ആര് ഹക്കീം ഇബ്നു ഹിസാം. കാല വകാന സുബൈർ ഖദിസ്തറൽ ഖാബത, ഈ സുബൈർ റളിയല്ലാഹു അൻഹു ഖാബാൻ ചൊല്ല റായത്തുള്ള ഭൂമിയെ എടുത്തത് ബിസബീന വമിയത്തി അൽഫിൻ, 1 ലാഖും 70,000 കയറ്റിക്കിട്ട് 2 ഭൂമി എടുത്തത് ബാപ്പ. ഫബാഅ അബ്ദുള്ള ബി അൽഫി അൽഫിൻ വസിത്തിമിയത്തി അൽഫിൻ. അതിൽ ഈ മോന് ഇപ്പൊ ബാപ്പയുടെ കട വീടൊക്കെ വേനായിട്ട് വിറ്റത് എത്ര കൊത്തുണ്ട? 16 ലക്ഷത്ത് കയറ്റിക്കിട്ട് വിറ്റ്. അപ്പൊ അണ്ട് ബാപ്പ 1 ലാഖും 70,000 എടുത്തത് ഇന്ത്യപ്പോ മോന് കട വീടൊക്കെ വേനായി വിക്കട് 16 ലാഖ്. സുമ്മ കാല എന്നിട്ട് ചെന്ന് അതാ ഫഖാല സുബൈർ റളിയല്ലാഹു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചൊല്ലെ മൻ കാന ലഹു അല സുബൈർ ഷൈഉൻ, സുബൈർ റളിയല്ലാഹു അൻഹു ആരെങ്കിലും പൈസ കിട്ടുകൊണ്ടുണ്ടെങ്കിൽ സുബൈർ റളിയല്ലാഹു അൻഹു അതായത് ഇയാളെ ബാപ്പടട്ടു ബാപ്പ ആർക്കെങ്കിലും പൈസ തരകൊണ്ടെങ്കിൽ ഫൽ യുവാഫിന ബിൽ ഗാബ, ഗാബ ചൊല്ല റായത്ത് ഗാബത്തുള്ള മദീനത്തെ അപ്പുറത്തുള്ള ചുറ്റുമുള്ള ഭൂമിയായിട്ട് അവിടേക്ക് പറഞ്ഞിട്ട് ബാപ്പ പൈസ ആർക്കെല്ലാം കിട്ടുകൊണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫഅതാഹു അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ, അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പോയി. വകാന ലഹു അല സുബൈർ 400 അൽഫിൻ, ഇയാൾക്ക് 4 ലാഖ് കിട്ടും. ഫഖാല ലി അബ്ദുല്ലാ, അപ്പൊ മോന്റെ ടീ ചൊന്ത് പോയിട്ട് ഇൻ ശീതും തറക്തു ഹാലക്കും, 4 ലാഖ് തറകുണ്ടല്ലേ, അത് നിങ്ങൾ ഉദ്ദേശിക്കണം കണ്ടെങ്കിൽ നിങ്ങൾ വേടിക്കണം കണ്ടെങ്കിൽ നക്കെന്ന് തറന്നോണ്ടില്ല. ആറ് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു ചൊല്ലു. കാല അപ്പൊ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അല്ല അത് വേണ്ട, നിങ്ങളുടെ കട നിങ്ങൾ എടുത്തോളൂ. കാല ഫൈന ശീതും ജാൽതുമുഹാ ഫീമാ തുഅഖിറൂന ഇൻ അഖർതു,
അപ്പൊ ഇയാൾ ചെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് എന്താ അർജന്റ് ഇല്ല, നീ പിന്നെ തന്നെങ്കിൽ പിന്തിച്ചിട്ട് തരാം, നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ലേറ്റാക്കി തരാം, ഇപ്പൊ ആ വേറെ ആവശ്യങ്ങൾ കൊടുക്കല്ലേ മുന്തിക്കല്ലേ. അപ്പൊ അതാ ചെന്നത് ഫഖാല അബ്ദുള്ള. അപ്പൊ ഈ മോനെ ചെന്ന് അബ്ദുള്ള ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഇല്ല അതും വേണ്ട, നിങ്ങൾ ഇപ്പൊ പൈസ എടുത്തോ കാല ഫഖത കാല. അപ്പൊ ഇയാൾ ചെന്ന് ആര് അബ്ദുള്ള ഇബ്നു ജാഫർ ചെന്ന് ഫഖതൗലിയ അത്തൻ നക്ക് വലിയ ഭൂമിയുടെ അളന്ന് തറും ചെന്ന് നക്ക് 4 ലാക്കല്ലേ കിട്ടുമല്ലോ കാല അബ്ദുള്ള. അപ്പൊ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചെന്ന് ലക മിൻ ഹാഉന ഇലാ ഹുന, അതാ നിങ്ങളെ 4 ലാക്ക് ഉണ്ടെ പിടിച്ച് ഇത്ര ഭൂമി ചെന്നിട്ട് അളന്ന് കൊടുത്തത്. അപ്പൊ ഇയാൾക്ക് 4 ലാക്ക് എന്താ കിട്ടിയത് ഭൂമിയായിട്ട്. ഫബാ അബ്ദുള്ള മിൻഹ അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്താക്കിയത് അയാള് ആ ഗാബയിൽ നിന്നുള്ള ആ ഭൂമി ഇയാൾ എടുത്തോണ്ടു. ആര് അബ്ദുള്ള ഇബ്നു ജാഫർ. ഇവിടെ ഇപ്പൊ 2 പേര് അബ്ദുള്ളന്റെ. ഒന്ന് അബ്ദുള്ള ഇബ്നു ജാഫർ, ജാഫർ ഇബ്ൻ അബി താലിബ്, അലി റളിയല്ലാഹുവിന്റെ സഹോദരൻ ജാഫർ, അയാളെ മോനായിട്ടിക്കട് ആര് അബ്ദുള്ള ചൊല്ലത്. പിന്നെ അബ്ദുള്ള ഈ ബാപ്പയുടെ സ്വത്ത് ഓതി കൊടുക്കുന്ന ആള്. ഫബാ അബ്ദുള്ള മിൻഹാ ഫഖദാൻഹു ദൈനഹു വഔഫാഹു. അങ്ങനെ ഈ ഭൂമി അയാൾക്ക് വിത്തിട്ട് അയാളെ കടത്തെ പൂർത്തിയാക്കിയിട്ട് അയാളെ കടത്തിത്ത്. വബഖിയ മിൻഹാ അർബഅതു അസ്ഉമിൻ വനിസ്ഫ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ 16 ഓതിയാക്കിരെ ഇവിടെ ഗാബത്തുള്ള ജാഗിരെ. അതിൽ നിന്ന് പിന്നെ എത്ര 4 ഓതി ബാക്കി എല്ലാം കൊടുത്തിട്ട് വിത്ത് ഇതെല്ലാം കടക്കലെല്ലാം വീട്ടി 4 ഓതി ബാക്കി എല്ലാരും കൊടുക്കലെല്ലാം കൊടുത്തിട്ട്. ഫഖദിമ അലാ മുആവിയത. എന്നിട്ട് ഈ അബ്ദുള്ള റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹുവിന്റെ മുട്ട വന്നു. വഇൻദഹു മുആവിയ റളിയല്ലാഹുവിന്റെ അടുക്കൽ അംർ ഇബ്നു ഉസ്മാനിന്റെ വൽ മുൻദിർ ഇബ്നു സുബൈർ, മുൻദിർ ഇബ്നു സുബൈർ ഉണ്ട്, ഇബ്നു സമ ഉണ്ട്, 3 ആളുള്ള ഒട്ടിക 4 ആയിട്ട് മുആവിയ റളിയല്ലാഹുവിന്റെ മുട്ട വന്ന്. അപ്പൊ മുആവിയ റളിയല്ലാഹുവിന്റെ മുട്ട ഈ പേര് ചൊന്ന് 3 ആളുള്ള. ഫഖാല ലഹു മുആവിയ. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു എടുത്ത് കം കുവിമത്തിൽ ഗാബത്തു, ഗാബത്തുള്ള ആ ഭൂമിക്ക് എത്ര നിങ്ങൾ ബല പിടിച്ചെന്ന് കേട്ടു. കാലം കുല്ലു സഹമിൻ ബിമിയത്തി അൽഫിൻ, ഓരോ ഓദിക്കും 1 ലാക്കടെ പോലെ ആയിട്ട് നാണ് ബല പിടിച്ചത്. കാലം കം ബഖിയ മിൻഹ, ഇപ്പൊ എത്ര ബാക്കിയുണ്ട് എടുത്തു. കാല ചെന്ന് അർബഅതു അസ്ഹുമിൻ വനിസ്ഫ്, 4 ഓതി ബാക്കിയുണ്ട്. ഇപ്പൊ ഇതില് ഗാബത്തിലുള്ള ഭൂമി എന്താക്കിയത് 16 ഓതി ആക്കിയത്. ഇപ്പൊ 4 ഓതി ബാക്കിയുണ്ട്. ഫഖാലൽ മുൻദിർ ഇബ്നു സുബൈർ. അപ്പൊ അവിടെ 4 ഒട്ടിക 3 ആളിന്നാണ് മുആവിയ റളിയല്ലാഹു അൻഹു കിട്ടിയത്. അപ്പൊ മുൻദിർ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചെന്ന് ഖദ് അഖൽതു മിൻഹാ സഹമൻ ബിമിയത്തി അൽഫ്. അപ്പൊ അതിൽ നിന്ന് 1 ഓതി 4 ഓതി ഇപ്പൊ ബാക്കിയുണ്ട്. 1 ഓതി 1 ലാക്ക് നക്ക് വേണം. കാല അംർ ഇബ്നു ഉസ്മാൻ. അപ്പൊ അവിടെ നിന്ന് പിന്നൊരാളായിട്ട് ഇവിടെ അംർ ഇബ്നു ഉസ്മാൻ, അയാൾ ചെന്ന് ഖദ് അഖൽതു മിൻഹാ സഹമൻ ബിമിയത്തി അൽഫ്, 1 ലാക്ക് നക്ക് ഓതി വേണം. കാല ഇബ്നു സുമ. അവിടെ നിന്ന് ഇബ്നു സുമ ചെന്ന് ഖദ് അഖൽതു സഹമൻ ബിമിയത്തി അൽഫ്, 1 ലാക്ക് നക്ക് ഓതി വേണം. ഫഖാല മുആവിയ കം ബഖിയ മിൻഹ. അപ്പൊ 3 ആൾക്ക് 3 ഓതി കൊടുത്തെങ്കിൽ എത്ര ബാക്കിയുണ്ടെന്ന് മുആവിയ റളിയല്ലാഹു അൻഹു കേട്ടു. കാല സഹമൻ വനിസ്ഫു സഹമിൻ, 1.5 ഓതിയായിട്ട് ബാക്കിയുള്ളത്. കാല അതാ ഖദ് അഖൽതുഹു ബി 50 വമിയത്തി അൽഫിൻ. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു ചെന്ന് 1.5 ലാക്ക് നക്കത് വേണം. അങ്ങനെ അയാളും അത് എടുത്തോണ്ട്. കാല വബാ അബ്ദുള്ള ഇബ്നു ജാഫർ നസീബഹു മിൻ മുആവിയത ബി 600 അൽഫ്. അപ്പൊ അബ്ദുള്ള ഇബ്നു ജാഫർ അയാളെ ഓതിര് ബിത്തത് മിൻ മുആവിയ താരക് മുആവിയ റളിയല്ലാഹു അൻഹു കൈറ്റിക്കല് ബിത്തത് ബി 600 അൽഫ്. അബ്ദുള്ള ഇബ്നു ജാഫർ അയാൾക്ക് 4 ലാക്കല്ലേ കിട്ടുകില്ല. ഫസ്റ്റ് ഞാൻ ചെന്ന് അബ്ദുള്ള ഇബ്നു ജാഫർ അവിടേക്ക് വന്നിട്ട് അയാൾക്ക് 4 ലാക്ക് കിട്ടുകിന്നുണ്ട്. അപ്പൊ അയാൾക്ക് ഭൂമി ഓതിയാക്കി കൊടുത്തരല്ലേ. ഈ ഭൂമിയിലെ മുആവിയ റളിയല്ലാഹു അൻഹു 6 ലാക്ക് അയാൾ വിത്തിത്തു. സുബൈർ റളിയല്ലാഹു അൻഹു അബ്ദുള്ള ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു 4 ലാക്ക് കൊടുക്കുന്നുണ്ട്. ആ 4 ലാക്ക് കൂടെ ഭൂമി ഓതിയാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഭൂമിയിലെ 6 വിത്തിത്ത് മുആവിയ റളിയല്ലാഹു അൻഹു 6 ലാക്ക് വിത്തായി. ഫലമ്മ ഫറഗ ഇബ്നു സുബൈർ, അബ്ദുള്ള ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഒഴിവായപ്പോ മിൻ ഖളാഇ ദൈനിഹി, ബാപ്പയുടെ കടലെല്ലാം വീട്ടിട്ടാകുമ്പോ 22 ലാക്കല്ലേ കട എല്ലാം വീട്ടിട്ടാകുമ്പോ കാല ബനു സുബൈർ. അപ്പൊ സുബൈർ റളിയല്ലാഹു അൻഹു മക്ക ചെന്നത്, അതായത് ഈ ബാപ്പയുടെ വേറെ മക്ക ചൊല്ലേ
ഇഖ്സിം ബൈനനാ മീറാത്തന ബാപ്പയുടെ സ്വത്ത് ഓതിയാക്കി തരും. ബാപ്പക 22 ലാക്ക് കടയുണ്ട്. ഈ സ്വത്തുകളെല്ലാം കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് 1 ലാക്കിടെ കട വീടുക പോലും സ്വത്ത് മെയ്യാവലായിട്ടിട്ട് കണക്ക് കൂട്ടിയ ഹക്കീം ഇബ്നു ഹിസാം അല്ല ചോദത്. അപ്പൊ 22 ലാക്കിടെ വീടണം. വീടൊക്കെ വേനായിട്ടിട്ട് ബാപ്പയുടെ സ്വത്ത് വിൽക്കുമ്പോഴത്തേക്ക് എല്ലാം വലിയ ബലക്കായിട്ടിട്ട് പോയി. എല്ലാ വലിയ ബലക്കും വിത്ത് ഉടന്തായിട്ട് കാല് ലാഭത്തിലുള്ളത് 16 ലാക്കുകളുടെ വിത്തില്ലേ, അത് എത്ര 1 ലാക്ക് 70,000 എടുത്തതായിട്ട് ഇന്നിപ്പോ 16 ലാക്ക് വിത്ത് ബാപ്പയുടെ കടല വിത്ത്. അങ്ങനെ ബാക്കി കടലെല്ലാം തീർത്ത് എല്ലാം ആയാൽ പിന്നെ മക്ക ചെന്നാറ് അത് ഈ ഓതി വെക്കടാലെ ഇലങ്ങ മാറും. സുബൈർ റളിയല്ലാഹു ബാക്കി മക്ക ചൊല്ല് സ്വത്ത് ബാക്കി ബാപ്പടത് ഓതി വെച്ചിട്ടാണ്. കാല വല്ലാഹി ലാ അഖ്സിമു ബൈനകും ഹത്താ ഉനാദിയ ബിൽ മൗസിമി 4 സിനീൻ. ബാപ്പയുടെ സ്വത്ത് എന്നും ഓതിയാക്കോ ആയിട്ടില്ല. എന്നും ഹജ്ജിലെ സീസണിൽ ആൾമാരെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഹജ്ജിലെ സീസണിൽ അങ്ങനത്തെ 4 ഹജ്ജിലെ സീസൺ കല്യാണം. ആ സീസൺ കഴിഞ്ഞാൽ പിന്നമേ നാണ് ഓതിയാക്കൽ. എന്തെന്നെങ്കിൽ ഈയന 6 കൊല്ലം കടകൊണ്ട് കൊണ്ടുണ്ടാ. അപ്പൊ ബാപ്പയുടെ കടയിൽ ഞങ്ങൾ എണുമിക്കുവാറ്. അതുകൊണ്ടിട്ട് ഈ ഹജ്ജിന്റെ സന്ദർഭത്തിലെല്ലാം വിളിച്ചിട്ടുണ്ട്. സുബൈർ റളിയല്ലാഹുവിന്റെ കട ആരെങ്കിലും കിട്ടുന്നെങ്കിൽ ബറു നടട്ടിയ ബറു കേക്കൊറുന ബീട്ടറാണ്. അങ്ങനെ 4 വർഷം ഹജ്ജിലെ സീസണിൽ കേട്ടിട്ട് പിന്നെ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് മക്കൾ ഓതിയ അല മൻകാനലോ അല സുബൈരി ദൈനും ഫല്യഅതിനാ ഫൽനഖ്ദി. അതാ ഹജ്ജിലെ സീസണിലുള്ള ആൾമാർ കൂടി വിളിച്ചിട്ടുണ്ട്. സുബൈർ റളിയല്ലാഹുവിന് ആരെങ്കിലും പൈസ കിട്ട ഉണ്ടെങ്കിൽ സുബൈർ റളിയല്ലാഹുവിന്റെ പൈസ കിട്ടുന്നെങ്കിൽ നഗല മുട്ട പറഞ്ഞിട്ട് ഞങ്ങത് തണ്ട. ഫജാല കുല്ല സനത്തിൻ യുനാദി ഫിൽ മൗസിം. അങ്ങനെ എല്ലാ വർഷവും എന്താക്കിടും ഈ സീസണിലെ ഹജ്ജിലെ സീസണിലെ ആൾമാർ ഒരുമിച്ച് കൂടി അവിടെ വിളിച്ചിട്ടുള്ളൂ. ഫലമ്മ മല 40 സിനീന 4 വർഷം കഴിഞ്ഞപ്പോ കസമ ബൈനഹും അങ്ങനെ സ്വത്തെല്ലാം ഓതിയാക്കി കൊടുത്തു. ബാപ്പയുടെ സ്വത്ത് വദഫഅ സുലുസ അതിൽ 1/3 കൊടുത്തു. വകാനലി സുബൈരി 40 നിസ്വത്തിൻ. സുബൈർ റളിയല്ലാഹു മരിക്കുമ്പോൾ 4 പെഞ്ഞൈ മാറുന്ന. ഫഅസാബ കുല്ലംറാത്തിൻ അൽഫിൻ വമിയത അൽഫിൻ. ഓരോ പെണ്ണിങ്ങും കിട്ടിയത് 4 പെഞ്ഞൈമാർക്ക് കിട്ടിയത് എത്ര കൊണ്ടുണ്ട 12 ലാക്ക്. ഓരോരോ പെഞ്ഞൈക്ക് 12 ലാക്ക്. അപ്പൊ പിന്നെ പെഞ്ഞൈക്ക് സ്വത്ത് കിട്ടുമ്പോ എല്ലാ പെഞ്ഞൈമാർക്കും കൂടിയിട്ട് ഒട്ടായിട്ട് അങ്ങ് കിട്ടുമായിരിക്കുന്നത്. അപ്പൊ ഇവിടെ 8 അതായത് എല്ലാ പെഞ്ഞൈമാർക്കും കിട്ടേണ്ടത് ഓരോരോ പെഞ്ഞൈക്ക് കിട്ടിയ ഓതിയായിട്ട് ചൊന്നത് എത്ര 12 ലാക്ക്. 12 ലാക്ക് ഉണ്ടാവുമ്പോൾ 4 ആൾക്ക് എത്ര ആയിട്ട് 24 48 ലാക്ക് ആയിട്ട്. അപ്പൊ 48 ലാക്ക് പെഞ്ഞൈമാർക്കുള്ള ഊതിക്ക് പോയിട്ട് ടോട്ടൽ മഹാനായ സുബൈർ റളിയല്ലാഹു സ്വത്ത് അല്ലെ 1 ലാക്ക് കട വീടകോ നിങ്ങളെ ഈ സ്വത്ത് മെയ്യാവലായിട്ടിട്ട് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ചൊന്നത്. ബാപ്പയുടെ കട എത്രയുണ്ട്? ബാപ്പയുടെ കട 1 ലാക്കുണ്ട്. ഇതിപ്പോ മെയ്യാവാം ഈ ബാപ്പയുടെ സ്വത്തല്ല വിത്തെങ്കിൽ വീടകോ എന്ന് വിചാരിച്ചവിടായിട്ടിട്ട് 22 ലാക്കിടെ കടം വീട്ടി ബാക്കി പെഞ്ഞൈമാരെ ഓതി ഒരു പെഞ്ഞൈരെ ഓതിയായിട്ടിട്ട് 12 ലാക്ക്. ഫജമീഉ മാലിഹി. അപ്പൊ ബാപ്പയുടെ മുഴുവൻ സ്വത്തിനെ കണക്ക് കൂട്ടുമ്പോ 50 അൽഫ അൽഫിൻ വമിയത അൽഫിൻ 5 കോടി 2 ലാക്കായിട്ടിട്ട് ബാപ്പയുടെ ആകെ സ്വത്ത്. റവാഹുൽ ബുഖാരി. അപ്പൊ ബാപ്പയുടെ സ്വത്ത് ഓതി വെച്ചൊരു സംഭവം. ഈ ഹദീസ് ഇവിടെ ഞങ്ങളെ റിയാദു സ്വാലിഹിൽ കൊണ്ടുവന്നത് അമാനത്തിന് വീടണം, വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് വീടണം എന്ന ബാബുലായിട്ട് കൊണ്ടുവന്നത്. മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു തന്റെ മോന് അബ്ദുല്ലാ റളിയല്ലാഹുവിന്റെ മുട്ട പിടിച്ചിട്ടുണ്ട്. യുദ്ധത്തെ രണാങ്കലത്തിൽ നിൽക്കുമ്പോൾ നക്ക് ഒരുപാട് കടങ്ങളുണ്ട്, കൊറിയ സ്വത്തുണ്ട്, ഭൂമിയുണ്ട്. അപ്പോ നീ എന്റെ കടത്തെല്ലാം വീട്ടണം. വലിയ വിഷമം ചൊല്ലത് നക്ക് കടായിട്ടില്ല. ഈ യുദ്ധത്തിൽ ഞാൻ മരിച്ചെങ്ങനെ എന്റെ കടം വീടുന്നുണ്ട്, ആ കട നീ വീടണം ചെന്നിട്ട് ഏൽപ്പിച്ച് വസിയത്താക്കിട്ട് പോണ്ടേ. അണ്ട് സുബൈർ റളിയല്ലാഹു അൻഹു എന്താക്കിത്ത് ആ യുദ്ധത്തിൽ മരിച്ചിട്ടാകുമ്പോ മോൻ ആ കടത്തെ വീടൊക്കെ പേനായി പുറത്തേത്ത് അങ്ങനെ കടം വീടിയതായിട്ടിട്ട് ആ കടം വീടിട്ട് എല്ലാം കൂടി നോക്കുമ്പോ മക്കൾക്കെല്ലാം ഓതി വെച്ച് കൊടുത്തിട്ട് എല്ലാവർക്കും ചെന്നതുപോലെ ബാപ്പ ചെന്നതുപോലെ ഓതി വെച്ച് കൊടുത്തിട്ട് ടോട്ടൽ 5 കോടി 2 ലക്ഷം റുപ്യക്കായിട്ടിട്ട് അവിടെ സ്വത്തല്ല ഇന്നത്. അപ്പൊ അതിൽ ഒരു പെഞ്ഞായിക്ക് കിട്ടിയ ഓതിയായിട്ടിട്ട് 12 ലാക്ക്. അങ്ങനെ ആൺമക്കളും എല്ലാവർക്കും എന്താക്കിയിട്ട് ആ സ്വത്തെല്ലാം ഓതി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സംഭവമായിട്ടിട്ട് ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത്
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടും ഖലീഫമാരൊട്ടിക്ക് യുദ്ധത്തിൽ പോയി ഞങ്ങൾക്ക് സ്വത്ത് കിട്ടിയത് അങ്ങനെ ഹയാത്ത് കാലത്തിലും അങ്ങനെ മരണത്തിൽ പിന്നെയും അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്തറ എന്നത് കയറ്റിക്കല് എന്ന ബാബിലായിട്ടിക്കല് ഈ ഹദീസ് കൊണ്ടുവന്നത്. ആ ഹദീസെ റിയാദു സാലിഹിന് കൊണ്ടുവന്നത് വിശ്വസിച്ച് ഏൽപ്പിച്ചത് വീടാണ് എന്നുള്ളത്. അപ്പൊ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ബാപ്പ വിശ്വസിച്ച് ഏൽപ്പിച്ച ആരായിട്ടിക്കട് സുബൈർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പെഞ്ഞായി ആയിഷ ബീവിയുടെ മൂത്തോലെ മാപ്പിലായിട്ടിക്കട്. അയാൾക്ക് 4 പെഞ്ഞമാറില്ല, അതിൽ ഒരു പെഞ്ഞായി അസ്മാ ബീവി ആയിട്ടിക്കട്. അസ്മാ ബീവി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മോളായിട്ടിക്കട്. ഈ സുബൈർ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഈ മോനാണെങ്കിലോ നബി തങ്ങളും സ്വഹാബാക്കളും മദീനത്തിൽ വന്ന പിന്നെ ഫസ്റ്റ് ജനിച്ച കിടാവായിട്ടിക്കട് ഈ അബ്ദുല്ലാ ചൊല്ലെ മോൻ. അപ്പൊ ആ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവും മക്കളുണ്ട്. അബ്ദുല്ലാ റളിയല്ലാഹുവിന്റെ മക്കാണെങ്കിലും ബാപ്പയുടെ മക്കളിട്ട് വയസ്സിൽ സമമായമുള്ളത്. അതുകൊണ്ട് 3 ഓതി ഒഞ്ഞതിന് 3 ആർക്ക് വസിയത്താക്കിയിട്ടുണ്ട്, ഇയാളെ മക്കളും കൂടി വസിയത്താക്കിയിട്ടുണ്ട്. അപ്പോ അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് ചെയ്തറ എന്നായിട്ടേക്കല് കാതോടത്ത് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ, ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, ബാപ്പ ചൊന്നത് കടത്തെ വീടൊക്കെ കഷ്ടത്തിൽ കണ്ടെങ്കിൽ യജമാനോട്ട് സഹായം കേക്ക് അള്ളാഹുരട്ടിയുള്ള തവക്കുൽ നോക്കറങ്ങാറ് അല്ലെ. ആ തവക്കുൽ എത്ര വലിയ തവക്കുലാ. ഏതെങ്കിലും ഒരു കടത്തെ കാര്യത്തിൽ കഷ്ടത്തിലാകുമ്പോ സുബൈറുടെ യജമാനനായ റബ്ബേന്റെ വിളിച്ചുകളോട് കൂടെ ആ ആവശ്യം പൂർത്തിയായി കിട്ടിയോണ്ട് തവക്കുലായിട്ടിക്കല് വലിയ തവക്കുലിന്റെ ആൾമാറായിട്ടുന്നാല് നബിയുടെ സ്വഹാബാക്കൾ അല്ലെ. തവക്കുൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടുള്ള അല്ലെ അള്ളാഹുടെ മേലുള്ള തവക്കുല്, സൂക്ഷ്മത, ജാഗ്രത, അപ്പല്ല ഹലാലായ തിരുളങ്ങ് മുന്നിൽ പോയത് കൊണ്ടായിട്ട് അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് ചെയ്തത്. അള്ളാഹു സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ ഞങ്ങൾ എല്ലാവരും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.